ഞാനിവിടെ നേരത്തെ വറുത്തിട്ടുള്ള സേമിയാണ് ഉപ്മാവിനായിട്ട് ഉപയോഗിക്കണേ. അപ്പം നിങ്ങൾ വറുക്കാത്ത സേമിയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ 2-3 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. ഇനി പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം കപ്പലണ്ടിയും അതുപോലെ കശുവണ്ടിയും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആണ് വറുത്തെടുത്തത്. നമ്മൾ പായസത്തിനൊക്കെ വറുത്തെടുക്കണ പോലെ ആ ഒരു പരുവത്തിന് ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം. ഇത് ഓപ്ഷണലാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉപ്മാവിന്. പക്ഷെ ഇതും കൂടി ചേർക്കുമ്പോൾ ഇടയ്ക്ക് ഇത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അതുപോലെ നെയ്യിന് പകരം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ആ സെയിം പാനിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, പൊട്ടുഴുന്നാണ് ഞാനിവിടെ ഉപയോഗിച്ചേക്കണേ. 1 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുത്തു. ഇത് മൂന്നും പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ കറിവേപ്പില, ഒരു ചെറിയ സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് എന്ത് പച്ചക്കറികൾ വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റും ബീൻസും ആണ് ചേർത്ത് കൊടുത്തേക്കണേ. രണ്ടും ചെറുതായിട്ട് അരിഞ്ഞതാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. ഇതിലേക്ക് ഗ്രീൻ പീസ് വേവിച്ചിട്ട് അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ടേസ്റ്റ് കൂടും നമ്മുടെ ഉപ്മാവിൻ്റെ. അടച്ചു വെച്ച് 2 മിനിറ്റ് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ പച്ചക്കറികളൊക്കെ ഒരുവിധം നന്നായിട്ട് വെന്തുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഉപ്മാവിന് വെള്ളം ചേർത്ത് കൊടുക്കണ പോലെ തന്നെ ആദ്യം വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്കാണ് നമ്മൾ റവയ്ക്ക് പകരം ഇവിടെ സേമിയയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല തിന്നായിട്ടുള്ള സേമിയയാണ്. നമ്മൾ പായസത്തിനൊക്കെ ഉപയോഗിക്കുന്ന തിക്കായിട്ടുള്ള സേമിയയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ 1 കപ്പ് സേമിയയ്ക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് തിന്നായിട്ടുള്ള സേമിയ ആയതുകൊണ്ട് 1 കപ്പ് സേമിയയ്ക്ക് 1.25 കപ്പ് വെള്ളം ചേർത്താൽ കറക്റ്റ് ആയിരിക്കും. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. രുചിച്ച് നോക്കുമ്പോൾ ഒരല്പം ഉപ്പ് കയറി നിൽക്കുന്ന വിധത്തിലാണ് ഉപ്പെന്നുണ്ടെങ്കിലായിരിക്കും നമ്മുടെ ഉപ്മാവിന് കറക്റ്റ് ഉപ്പ് ഉണ്ടാവുക. ഇനി ഇതിൽ നന്നായിട്ട് തിള വന്നു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കട്ടയൊന്നും പിടിക്കാണ്ട് നമുക്ക് നന്നായിട്ട് കിട്ടും. അത് ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ വെള്ളമൊക്കെ പാകത്തിന് വറ്റി സേമിയ നല്ലോണം വെന്തിരിക്കുന്നുണ്ടാവും. തീ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിത് അടച്ചു വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിരസം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ചേർത്ത് കൊടുത്താൽ മതി. ഒരു പ്രത്യേക ടേസ്റ്റാണ് അതും കൂടി ചേർക്കുമ്പോൾ. അതുപോലെ വറുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടിയും കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ചൂടോടുകൂടി ഇത് വിളമ്പാം. വെറും 15 മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റാണ് സേമിയ ഉപ്മാവ്. ഈ കശുവണ്ടിയും കപ്പലണ്ടിയും ഒക്കെ വറുത്തിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കാനും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പം എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.